കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വലിയ വിവാദ വാർത്താ സമ്മേളനമാണ് നടത്തിയത്. വോട്ടിംഗ് ചോർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദമായി പറഞ്ഞത്. അത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിൻ്റെ എണ്ണം 11,965, അതോടൊപ്പം തന്നെ ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സസ് 40,009 വോട്ടുകൾ, മറ്റൊന്ന് ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ്സ് 10,452, ഇൻവാലിഡ് ഫോട്ടോസ് 4,132, അതോടൊപ്പം തന്നെ മിസ്യൂസ് ഓഫ് ഫോം 6 33,692 എന്നിങ്ങനെ കണക്കുകൾ. പലരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ സ്ഥാനത്ത് ഓരോ അക്ഷരങ്ങൾ മാത്രമാണുള്ളത്. അതോടൊപ്പം വീട്ടു നമ്പറിൻ്റെ ഭാഗത്ത് 0 ആണ്. അങ്ങനെയൊക്കെ നിരവധി തെളിവുകൾ സഹിതമാണ് കാണിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ ഇതിനെല്ലാം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ഇനി അതിന് രാഹുൽ ഗാന്ധി എന്ത് മറുപടി നൽകുമെന്നാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. പൊതുവേ രാഹുൽ ഗാന്ധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് രാഹുൽ ഗാന്ധി ഓടി മറയുകയാണ് ചെയ്യാറുള്ളത്. അത്തരത്തിൽ തന്നെ ആയിരിക്കും ഇത്തവണ സംഭവിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിലും നടത്തിയിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നാം കേട്ടിട്ടുള്ളതാണ്. അത് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും. പാർലമെൻറ്റിനകത്ത് പാർലമെൻറ്റിൻ്റെ ഒരു ഡെക്കോറത്തിന് ചേരാത്ത തരത്തിലുള്ള ആക്ഷനുകൾ, ചേരാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊസിഷനാണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം നേരത്തെയും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് ചൈന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി അതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ രാജ്യത്തോടാണോ കൂറ് പുലർത്തുന്നത് എന്നുള്ള തരത്തിൽ സംശയം വരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെയും ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളും അദ്ദേഹത്തിന് നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഈ ആട് കടിച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു നാട്ടുഭാഷ ഉണ്ടല്ലോ. എന്ത് കണ്ടാലും അതിലൊന്ന് കൈവെക്കുക, എന്നിട്ട് പോവുക, ഒരു ആരോപണം ഉന്നയിക്കുക. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി തെളിവുകളോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായി പൂർത്തീകരിക്കുകയോ തെളിയിക്കുകയോ ജനങ്ങൾക്ക് വിശ്വാസമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിന് വിശ്വാസമാകുന്ന തരത്തിൽ പ്രൂവ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം നാളിതുവരെ ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിനുള്ളത് ഈ എമർജൻസി സിൻഡ്രോം ആണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് എമർജൻസിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി നടത്തിയിട്ടുള്ള ഭരണം, എങ്ങനെയാണോ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം കാൽക്കീഴിലാക്കിക്കൊണ്ട് ഭരണം നടത്താനുള്ള ശ്രമം ഉണ്ടായത്, ആ സാഹചര്യം ഇപ്പോൾ താനാണ് പ്രധാനമന്ത്രി, കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്, കോൺഗ്രസിൻ്റെ ആ കാലഘട്ടത്തിൽ നടന്ന തെറ്റായ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും നടക്കും. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഭരണപക്ഷത്തിൻ്റെ നേതാവ് ആണ് താനെന്ന് അദ്ദേഹത്തെ ആരോ ധരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിന് ഭൂരിപക്ഷമുണ്ടോ, സ്വയം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ടോ, ഇതൊക്കെ സ്വയം വിലയിരുത്തണ്ടേ. അതിന് പകരം അദ്ദേഹം എന്നെ ജയിപ്പിക്കേണ്ടതായിരുന്നു, എൻ്റെ പാർട്ടിയെ ജയിപ്പിക്കേണ്ടതായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വരേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ഭൂരിപക്ഷം എംപിമാരെ കിട്ടേണ്ടതായിരുന്നു, അതൊന്നും കിട്ടിയില്ല. ആരാണ് ജനാധിപത്യത്തിൽ ഈ വോട്ട് നൽകിയ ആളുകളെ ജയിപ്പിക്കുന്നത്? എല്ലാ വോട്ടറെ സംബന്ധിച്ചും ഒരാൾക്ക് ഒരു വോട്ടല്ലേ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരാൾ ഇലക്ഷൻ ID കാർഡുമായി പോയാൽ ആ വ്യക്തിക്ക് സ്വയം വോട്ട് ചെയ്യാമെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരാൾക്ക് പല വോട്ടുകൾ ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ ജനാധിപത്യത്തിൽ. അങ്ങനെയുള്ള വ്യക്തികൾ സമ്മതിദായകർ ചെയ്യുന്ന വോട്ടിൻ്റെ ബലത്തിലാണല്ലോ MPമാർ ജയിക്കുന്നത്, MLAമാർ ജയിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കർണാടകയിലെ മൊത്തം സീറ്റുകൾ പരിശോധിക്കണ്ടേ? കർണാടകയിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം പരിശോധിക്കണ്ടേ? കർണാടകയിൽ അദ്ദേഹം ഉയർത്തിയത് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു അസംബ്ലി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ അസംബ്ലി മണ്ഡലത്തിന് പുറത്ത് കിടക്കുന്ന 7, 8, 9, 10 സംഖ്യകളിൽ വരുന്ന മറ്റ് മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്, അവരുടെ എല്ലാം ഭൂരിപക്ഷം എന്താണ്, ഇത് പരിശോധിക്കണ്ടേ? പിന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ ഡാറ്റാസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ, ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്,
ഉദാഹരണത്തിന് നമ്മുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാനത്തെ പ്രക്രിയ നടക്കുന്നത് എവിടെയാണ്? തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം എന്ത് നടക്കണം? ഈ വോട്ടർ പട്ടികയിൽ ഇന്ന ആളുകളുടെ വോട്ടുകളില്ല, ഇന്ന ആളുകളുടെ വോട്ടുകൾ ഡബിളിംഗ് ആണ്, അവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി 2, അതിനേക്കാളപ്പുറത്ത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ അഡ്രസ്സ് ഇല്ലാത്ത ആളുകളുണ്ട്. അവരെല്ലാം വോട്ട് ചെയ്യാൻ വന്നാലും വോട്ട് ചെയ്യാൻ വന്നില്ലെങ്കിലും വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ കർണാടകത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി ആ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ ബൂത്തിലും അവരുടെ ഏജന്റുമാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ദിവസം ബൂത്ത് ഏജന്റുമാർ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ അവർ കൃത്യമായി ഒബ്ജക്ഷൻ ഉയർത്തുമല്ലോ. നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ID കാർഡിൻ്റെ കാര്യത്തിൽ, അവരുടെ ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിൽ ഒക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നാൽ അത് അവിടെ തന്നെ ഉന്നയിക്കാം. അങ്ങനെയുള്ള ആളുകളെ ചലഞ്ച് വോട്ട് എന്നാണല്ലോ നമ്മൾ സാധാരണ പറയുന്നത്. ആ ചലഞ്ച് വോട്ട് ചെയ്യാൻ മാത്രമേ പിന്നെ ആൾക്ക് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടഡ് വോട്ടായിട്ട് വെക്കും. പിന്നീട് അത് വാലിഡ് ആണോ അല്ലോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഈ തരത്തിലുള്ള വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചു. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലമായി പരാതിയായി നൽകണം. രാഹുൽ ഗാന്ധി നാളിതുവരെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ, ഉദാഹരണത്തിന് കോടതികളിലോ ഭരണഘടനാ സ്ഥാപനങ്ങളിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ ഒക്കെയുള്ള സംവിധാനത്തിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെതായ ഒരു പരാതി ഉന്നയിച്ച് ഇതിൽ ഇന്ന ക്രമക്കേടുകളുണ്ട്, ആ ക്രമക്കേടുകൾക്ക് ഉത്തരം കിട്ടണം എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് തനിക്ക് വാർത്ത കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇപ്പോൾ നമ്മൾക്ക് ആരും കേട്ടാൽ ആദ്യം തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 1 ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടുകളായി ചേർത്തിരിക്കുന്നു. നമുക്കതിനൊരു സാങ്കത്യം വേണ്ടേ? അതിനൊരു വ്യക്തത വേണ്ടേ? അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്യണം? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് സത്യവാങ്മൂലം കൊടുത്ത് പരിശോധിച്ച് അതിൽ വ്യക്തത വരുത്താനുള്ള നിയമ നടപടികളിലേക്കും ഭരണപരമായ നടപടികളിലേക്കും കടക്കണം. അങ്ങനെ രാഹുൽ ഗാന്ധി കടക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അങ്ങനെ അദ്ദേഹം കടക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ ഈ സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെ ഭാഗമായി തനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട ഒരു തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ഒരു വാർത്ത സൃഷ്ടിക്കലിനപ്പുറത്തേക്ക് ഇതിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഉന്നയിച്ച നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതിലെ വോട്ടുകളുടെ കണക്കുകൾ സൂചിപ്പിച്ചു. ഇപ്പം നമ്മുടെ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ കരട് വോട്ടർ പട്ടികയിൽ 9 ലക്ഷത്തോളം വോട്ടുകളാണ് വെട്ടിമാറ്റപ്പെട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് വെട്ടിമാറ്റപ്പെട്ടത്? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീസൺ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ മാറിപ്പോയിട്ടുള്ള ആളുകൾ, വോട്ട് മാറി സ്ഥലം മാറിപ്പോയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഇരട്ട വോട്ടുകൾ കൊണ്ട് നീക്കം ചെയ്യേണ്ട ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളുടെ ഏകദേശം 9 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ലിസ്റ്റ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ഏത് സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അതാത് ഘട്ടങ്ങളിൽ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൻ്റെ താൽക്കാലികമായിട്ടുള്ള സംവിധാനം എന്നുള്ള നിലക്കാണ്. അതിനുശേഷം അതിൻ്റെ ഫൈനൽ വോട്ടർ പട്ടിക വരും. അത് പുതിയ വോട്ടുകൾ കൂടി ചേർത്തതിന് ശേഷമാണ്. ഇപ്പോൾ ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇലക്ഷൻ കമ്മീഷൻ അത് കൃത്യമായി പരിശോധിക്കുകയാണല്ലോ. അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ വാർത്ത അനുസരിച്ചിട്ട് ഏതാണ്ട് 22 ലക്ഷത്തോളം ആളുകൾ പുതുതായി വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു? ഈ വോട്ടുകൾ എന്തുകൊണ്ട് നേരത്തെ ചേർക്കപ്പെട്ടില്ല? അത് പരിശോധിക്കപ്പെടണ്ടേ? അപ്പം നമ്മുടെ സംസ്ഥാനത്തും ഇത്രയേറെ വലിയ ജനശ്രദ്ധയുള്ള ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നു എന്ന് പറയുന്ന, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നേറ്റമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്ന് 9 ലക്ഷത്തോളം ആളുകളുടെ വോട്ടുകൾ ഇല്ലാതെയാവുകയും 22 ലക്ഷത്തോളം ആളുകൾ പുതുതായി ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ടർ ചേർക്കാനുള്ള പരിധി 4-5 ദിവസത്തേക്ക് നീട്ടി നൽകുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിലുള്ള പ്രക്രിയകൾ കാണാതെ, അതിനിടയിൽ നടക്കുന്ന നടപടികൾ കാണാതെ രാഹുൽ ഗാന്ധി ഒരു സാമ്പിൾ എടുത്ത് കുറച്ച് ഡാറ്റാസ് കൊണ്ടുവന്ന് ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? ജനാധിപത്യത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യമായി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾ, ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ എമർജൻസിയുടെ കാര്യം സൂചിപ്പിച്ചത്. എമർജൻസിയിൽ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം വിശ്വാസ്യത ഇല്ലാതെയാക്കിയിരുന്നു കോൺഗ്രസ്.
നിയമ സംവിധാനങ്ങളുടെ, കോടതികളുടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, മറ്റ് നിയമ സംവിധാനങ്ങളുടെ, മനുഷ്യാവകാശ കമ്മീഷൻ്റെ തുടങ്ങിയ എല്ലാ കമ്മീഷനുകളുടെയും അവകാശങ്ങളും അധികാരങ്ങളും വെട്ടിക്കുറച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ആ കാലഘട്ടത്തെ പോലെയാണ് ഇപ്പോഴും എന്ന് അദ്ദേഹം ധരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് അദ്ദേഹം ധരിക്കുകയാണ്. അത് ജനാധിപത്യത്തിൽ നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെക്കുറിച്ചും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഡാറ്റാസിലെ അപര്യാപ്തതകളെക്കുറിച്ചും. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനത്തെ ഇകഴ്ത്തി കാണിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ കൂടുതൽ അത് ജനങ്ങളിലേക്ക് ഒരു സംശയം ഉയർത്തിക്കൊണ്ട്, സംശയമുയർത്തുന്നതിൽ തെറ്റില്ല, ഏതൊരാൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരണമല്ലോ, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അതിൽ വിശ്വാസ്യതയുണ്ടാകണം, കൃത്യതയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പലപ്പോഴും നാം കണ്ടിട്ടുള്ളത് സൂക്ഷ്മതയില്ല, കൃത്യതയില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതിലൊരു നടപടിയും പിന്നീട് അദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്യുന്ന നടപടിയും എടുത്തിട്ടില്ല. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഒരു നടപടിയുമായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അദ്ദേഹം ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥനായി മാറും. കാരണം അദ്ദേഹം ഒരു ചെറിയ ആളല്ല, അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പുറത്തു പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളുടെ മുൻപിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.